1983 ഈ ഒരു പാക്കറ്റ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്ന ആ വർഷം 10 ലക്ഷം സാഷെ പാക്കറ്റുകളാണ് വിറ്റുപോയത്. 15,000 രൂപ ക്യാപിറ്റലോട്ട് മാത്രം തുടങ്ങിയ ഒരു കമ്പനി പിന്നീട് പടർന്ന് പന്തലിച്ച് വലിയൊരു സാമ്രാജ്യമായി മാറുന്നതാണ് ബിസിനസ് ലോകം കണ്ടത്. Welcome to another video of VisitMate. Myself, C. Jobson Tony, a chartered accountant. 50 പൈസയുടെ ഒരു ബിസിനസ് ഐഡിയ കൊണ്ട് ഒരു ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിച്ച ഒരു കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്കറിയാം, FMCG ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിൽ വൺ ഓഫ് ദ മോസ്റ്റ് കോമ്പറ്റീറ്റീവ് ഇൻഡസ്ട്രിയാണ്. കാരണം ആ ഒരു ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാർജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്, മാർജിൻ കമ്പാരിറ്റീവ്ലി കുറവാണ്, കസ്റ്റമേഴ്സിൻ്റെ ലോയാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 1980-കളിൽ അന്ന് ഇന്ത്യ കമ്പാരിറ്റീവ്ലി അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. നമ്മൾ ഇന്ന് ബേസിക് എസെൻഷ്യലായി കാണുന്ന പല പ്രൊഡക്റ്റുകളും, ഷാംപൂ അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, ഇതുപോലുള്ള പല പ്രൊഡക്റ്റുകളും അന്ന് ലക്ഷറി ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല കമ്പനികൾ കമ്മ്യൂണിറ്റിയിലെ ലോവർ സെഗ്മെൻറ്റ് ഓഫ് കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റുകൾ ഇറക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഇത് ഇന്നത്തെ സിറ്റുവേഷനിൽ വെച്ച് നമുക്കൊരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ പല തട്ടുകളായിട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ ക്ലാസ് ഉണ്ട്, അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ട്, ലോവർ മിഡിൽ ക്ലാസ് ഉണ്ട്, ലോവർ ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് സേ ഫോർ എക്സാമ്പിൾ ഒരു മൊബൈൽ ഫോൺ ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പർ ക്ലാസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് ഓരോ കാറ്റഗറി ഓഫ് ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്പെസിഫിക്കേഷൻസ് ഓഫ് മൊബൈൽ ഫോണുകൾ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ സേ ഫോർ എക്സാമ്പിൾ ഒരു 500 രൂപയിൽ അല്ലെങ്കിൽ 1000 രൂപയും താഴെ ഒരു മൊബൈൽ ഫോൺ ഇറക്കാൻ പല കേസുകളിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ കമ്പനി വില്ലിംഗ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു പ്രൊഡക്റ്റ്, അത്തരത്തിൽ ഒരു എക്സ്ട്രീംലി ലോ പ്രൈസിനുള്ള ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നത് പലപ്പോഴും അവർക്ക് ഫിനാൻഷ്യലി വയബിൾ അല്ല. 1980 കാലഘട്ടത്തിൽ ഒരു 100 ml ഷാമ്പുവിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 40 രൂപയായിരുന്നു. ഈ 40 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ 40 രൂപയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. അന്ന് ഒരു വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ഒരാൾ പോലും പലപ്പോഴും ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് 1000 രൂപ തൊട്ട് 3000 അല്ലെങ്കിൽ 4000 രൂപ വരെ മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം, ഈ 40 രൂപ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ താങ്ങാനാവുന്നതിനും അപ്പുറമായിട്ടുള്ള തുക തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മിസ്റ്റർ ചിന്നി കൃഷ്ണൻ അദ്ദേഹം സാഷെ പാക്കറ്റ്സ് എന്ന ഒരു ആശയവുമായി മുമ്പോട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ പണമുള്ളവർക്ക് അഫോർഡബിൾ ആവുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാധാരണക്കാരന് അഫോർഡബിൾ ആകണം എന്നുള്ളതായിരുന്നു. തുടക്കത്തിൽ ഈ ഒരു ആശയം വിജയമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ CK രംഗനാഥൻ കാവിൻ കെയർ എന്ന കമ്പനി രൂപീകരിക്കുകയും ഡീറ്റെയിൽഡ് ആയിട്ടൊരു മാർക്കറ്റ് സർവേക്ക് ശേഷം ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു. അതായത് ഈ ലോവർ സെഗ്മെൻറ്റ് ഓഫ് കാറ്റഗറിയിൽ പെടുന്ന കസ്റ്റമേഴ്സ് അവർ മാക്സിമം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മാസം സ്പെൻഡ് ചെയ്യാൻ റെഡി ആവുക എന്ന് പറയുന്നത് ഒരു 2 രൂപയാണ്. അന്നേരം ഈ ഒരു മാർക്കറ്റ് സർവേയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പുതിയ രീതിയിൽ ഈ സാഷെ പ്രൊഡക്റ്റുകളെ ഒന്ന് റീലോഞ്ച് ചെയ്തു. അതായത് 2 രൂപയുടെ ഒരു സാഷെ പ്രൊഡക്റ്റ്, 2 രൂപയുടെ ഈ സാഷെ പാക്കിൽ 4 തവണ അല്ലെങ്കിൽ 4 വാഷിന് വേണ്ടുന്നതായ അത്രയും ക്വാണ്ടിറ്റി ഓഫ് ഷാമ്പു ആയിരിക്കും ഈ സാഷെ പാക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതായത് ഒരു വാഷിന് കേവലം 50 പൈസ. കഥയുടെ ചുരുക്കം ഇതാണ്, 1983 ഈ ഒരു പാക്കറ്റ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്ന ആ വർഷം 10 ലക്ഷം സാഷെ പാക്കറ്റുകളാണ് വിറ്റുപോയത്. 15,000 രൂപ ക്യാപിറ്റലോട്ട് മാത്രം തുടങ്ങിയ ഒരു കമ്പനി പിന്നീട് പടർന്ന് പന്തലിച്ച് വലിയൊരു സാമ്രാജ്യമായി മാറുന്നതാണ് ബിസിനസ് ലോകം കണ്ടത്. ഇത് കേവലം കാവിൻ കെയർ എന്ന കമ്പനിയുടെ വളർച്ചയുടെ കഥ മാത്രമല്ല, മറിച്ച് മറ്റാരും ശ്രദ്ധിക്കാതെ പോയ ഒരു ബിസിനസ് സാധ്യത തിരിച്ചറിഞ്ഞപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ വിപണന തന്ത്രം മാറിയ കഥയാണ്. കാവിൻ കെയറിൻ്റെ ഈ സാഷെ പാക്കറ്റ് കോൺസെപ്റ്റ് തുടർന്നിങ്ങോട്ട് മറ്റ് പല കമ്പനികളും മറ്റ് പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ഏറ്റെടുക്കുകയും ആ ഒരു FMCG മാർക്കറ്റ് തന്നെ കംപ്ലീറ്റ്ലി മാറുകയും ചെയ്യുകയുണ്ടായി. പ്രധാനമായിട്ടും 3 മാറ്റങ്ങളാണ് ഈ ഒരു സാഷെ പാക്കറ്റ് കോൺസെപ്റ്റ് FMCG മാർക്കറ്റിൽ കൊണ്ടുവന്നത്. ഒന്ന്, സപ്പോസ് ഒരു കമ്പനിക്ക് പുതിയതായിട്ട് അവരുടെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം സാഷെ പാക്കറ്റുകളുടെ രൂപത്തിൽ അതിൻ്റെ സാമ്പിൾ പ്രൊഡക്റ്റുകൾ അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല പ്രൊഡക്റ്റിൻ്റെയും കൂടെ ഒരു ഫ്രീ ഗിഫ്റ്റ് പോലെ, ഫ്രീ സാമ്പിൾ പോലെ കൊടുക്കുകയും അതിൻ്റെ ഒരു മാർക്കറ്റ് ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം അതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഈ ഒരു രീതിയിലേക്ക് മാർക്കറ്റ് മാറുകയുണ്ടായി. വലിയൊരു അപ്സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി തുറന്നിട്ടു എന്നുള്ളതായിരുന്നു ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്ന രണ്ടാമത്തെ വലിയൊരു മാറ്റം.
ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ബ്രൂവിൻ്റെ ഒരു സാഷ പാക്കറ്റ് 2 രൂപയ്ക്ക് അല്ലെങ്കിൽ 5 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാഷ പാക്കറ്റിൻ്റെ ക്വാണ്ടിറ്റിയും ഒരു 500 ഗ്രാമിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ സാഷ പാക്കറ്റുകൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ എക്കണോമിക്കലായിട്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ കോസ്റ്റ് കുറച്ചിട്ടാണ് ആക്ച്വലി പ്രൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മേ ബി സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ക്വാണ്ടിറ്റി കൂടുന്നതോറും പ്രൈസ് കുറയുമല്ലോ എന്നായിരിക്കാം. പക്ഷേ അല്ല, ഇവിടെ സാഷ പാക്കറ്റുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് കസ്റ്റമറിനെ കൊണ്ടൊന്ന് വാങ്ങിപ്പിക്കുക, കസ്റ്റമർക്ക് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ ഹയർ പ്രൈസ് പോയിന്റിൽ കസ്റ്റമർ ആ ഒരു പ്രൊഡക്റ്റ് മേടിച്ചോൾ എന്നുള്ളതാണ്. മേ ബി ഇത് ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രം തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മുടെ ചായക്കടകളിലൊക്കെ ഒരു 100 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ 500 ഗ്രാമിൻ്റെ പാക്കറ്റ് മേടിക്കുന്നതിന് പകരം അവിടെ സാഷ പാക്കറ്റുകൾ തൂക്കിയിട്ടിരിക്കും. മൂന്നാമതായിട്ട് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആകുന്ന രീതിയിൽ ഈ പ്രൊഡക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത് വഴി നമ്മുടെ മാർക്കറ്റിൻ്റെ സൈസ് ഒരുപാട് വലുതാക്കാൻ ഈ ഒരു ഐഡിയ സഹായിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് സാഷ പാക്കറ്റുകളുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ പെയിൻ പോയിൻ്റ് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഒരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, മാർക്കറ്റിനെ കൃത്യമായിട്ട് പഠിച്ച് അവിടെ മറ്റാരും കാണാത്ത ഒരു സാധ്യത നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്ലീസ് ഡു ലൈക്ക് ദിസ് വീഡിയോ, ആൻഡ് ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.